ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീല ഷെരീഫ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബ്രെഡ് ഉരുളക്കിഴങ്ങും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടിയൊക്കെയായാലും വിരുന്നാർ വരുമ്പോൾ അവർക്ക് വെറൈറ്റി ആയിട്ടൊരു ഈവനിങ് സ്നാക്സ് നമുക്കിത് കൊണ്ട് തയ്യാറാക്കി കൊടുക്കാം. എന്താ നല്ല പുറമേ നല്ല ക്രിസ്പിയാണ്, അത് നല്ല സോഫ്റ്റും. നമ്മൾ അതിനൊരു കൂട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ്, ഒരു മുട്ടയും ഞാൻ 2 വിസിൽ കേൾക്കുന്നവരെ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ആ മുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2 ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ സ്മാഷ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചായാലും കുഴപ്പമില്ല, ഇതേപോലെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. പിന്നെ മുട്ട ആദ്യമേ അത് കാണിക്കാൻ വിട്ടുപോയി. ഒരു മുട്ടയാണ്, അത് വേവിച്ചെടുത്ത് പുഴുങ്ങിയ മുട്ട നമ്മളിതുപോലെ ചോപ്പറിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് അതും കൂടി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തത്. ഇത് മല്ലിയില ചോപ്പ് ചെയ്തത്. പിന്നെ വേണ്ടുന്നത് ചിക്കൻ മസാല 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂണുണ്ട്. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. എല്ലാം അത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്നത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 സൈഡ് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗം നമുക്ക് വേണം. ഇത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പൊടിച്ചതിന് ശേഷം. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ സൈഡ് കളയരുത്. നമ്മൾക്ക് ഇത്രയും ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളെടുത്ത് അതിൽ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ ബ്രെഡ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ചപ്പാത്തിയുടെ കുഴൽ വെച്ചാണ്. പിന്നെ അതാ ഒരു സൈഡിൽ നമുക്കൊന്ന് കുറച്ച് മുട്ട നേരത്തെ അടിച്ച മിശ്രിതം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്കൊരു കോണാക്കി എടുക്കണം. ഇത് ഇതേപോലെ ഒട്ടിക്കിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫില്ലിങ്ങിനായിട്ട് എടുത്ത് വെച്ച മുട്ടയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും മിശ്രിതം അതിൽ നിറച്ച് കൊടുക്കണം. ഇതൊരു കത്രിക വെച്ച് നമുക്കിത് കോണ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്, ഇത് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ്, അതും കൂടെ വെച്ച് നമുക്ക് ഒന്നുകൂടെ ഇത് നന്നായിട്ട് തേച്ച് മുട്ടയുടെ മിക്സ് തേച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതേപോലെ നമുക്കെല്ലാം ഇതേപോലെ കോണാക്കി ഫില്ലിങ് നിറച്ച് ഒട്ടിച്ചെടുക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇന്ന് ഒരേപോലെ കഴിക്കാതെ നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും. ഇതേപോലെ എല്ലാം നമുക്ക് നിറച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു ബാറ്ററൂടെ തയ്യാറാക്കി അത് മുക്കി വേണം നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വേണം എടുക്കാൻ. അതിനൊരു ബാറ്ററിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഇടുന്നത് മിസ്സായിട്ടുണ്ട്, ഇതിൽ വീഡിയോ കിട്ടിയില്ല. പിന്നെ പെപ്പർ പൗഡർ, അല്പം ഉപ്പും കൂടെ ചേർത്ത് ഉണ്ട്. സാധാ പച്ചവെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം.
എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇത് ബാക്കി വന്ന് മുട്ടയുടെ മിക്സാണ്, നേരത്തെ നമ്മൾ ഒട്ടിക്കാനെടുത്ത്, അതും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദയും കോൺഫ്ലവറും ഒന്നുമില്ലേ, മുട്ടയുടെ മിക്സ് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചെടുത്ത് അതായാലും മതി. അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്താലും മതി. കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ മാത്രം കലക്കിയെടുത്താലും മതി. ഉള്ളത് കണക്ക് എടുത്താൽ മതി. ഞാനിതുള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ, കോൺഫ്ലവറും മൈദയും. ഇതേപോലെ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. നേരത്തെ മുറിച്ച് മാറ്റിയ ബ്രെഡിൻ്റെ പൊടി ഒന്ന് മിക്സിയിൽ പൊടിച്ച് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് ഈ ബ്രെഡ് ക്രംസ്. കട്ട് ചെയ്ത് മാറ്റിയ സൈഡ് അതാണിത്. ഒട്ടും വേസ്റ്റ് ആകത്തില്ല. നമ്മളൊരു ബ്രെഡ് എടുത്താൽ ഇതേപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുള്ള സൺഫ്ലവർ ഓയിലായാലും മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുവിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ല കളറൊക്കെ വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ബ്രെഡ് ഉരുളക്കിഴങ്ങ് വെച്ചുള്ള ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.